ചേട്ടായി ഇന്ന് വരെ പോകാത്തൊരിടത്തേക്കാണ് ഇന്ന് ഞങ്ങളുടെ യാത്ര. അങ്ങ് ദൂരെയൊന്നും അല്ലാട്ടോ, ഞങ്ങളുടെ ആലീസാനിയുടെ സ്വന്തം നാടായ വയലാറിലേക്ക്. വളരെ ചരിത്ര പ്രാധാന്യമുള്ള വയലാർ രക്തസാക്ഷി മണ്ഡപവും ഈ നാടിന് സ്വകാര്യ അഹങ്കാരങ്ങളായ വയലാർ രവിയുടെയും വയലാർ രാമവർമ്മയുടെയൊക്കെ വീടൊക്കെ കണ്ടുകൊണ്ടൊരു യാത്ര. ഇതൊക്കെ കഴിഞ്ഞ് പോകുമ്പോഴാണ് വയലാറും ഞങ്ങളുടെ ആലീസാന്റെ ഒക്കെ പഠിച്ച സ്കൂൾ കണ്ടത്. വണ്ടി പാർക്ക് ചെയ്തിട്ട് ആന്റിയുടെ വീട്ടിലേക്ക് നടക്കുമ്പോഴാണ് ഇങ്ങനൊരു കാഴ്ച ശ്രദ്ധയപ്പെട്ടത്. വള്ളവും വെള്ളവും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങളെ തന്നെ മറന്നുപോകും. പിന്നെ ഫുള്ള് ഫോട്ടോ സെഷൻസ് ആയിരുന്നു. ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ പിന്നെ നേരെ നടന്നത് ആന്റിയുടെ വീട്ടിലേക്കാണ്. പോകുന്ന വഴിക്കും പ്രഹസനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പണ്ടൊരിക്കലും ആന്റിയുടെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിലും ചേട്ടായും പിള്ളേരൊക്കെ ആദ്യമായിട്ടാണ്. അവരെ കൊണ്ടുപോയി വീടും നാടൊക്കെ കാണിക്കണമെന്ന് ആന്റി എപ്പോഴും പറയുമായിരുന്നെങ്കിലും ഇപ്പോഴാണ് അതിനുള്ളൊരു അവസരം കിട്ടിയത്. അവിട്ടത്തിനൊന്നും പ്രത്യേകിച്ച് ഒരു പരിപാടികളും ഇല്ലാഞ്ഞുകൊണ്ട് അന്ന് വൈകുന്നേരമാണ് ഞങ്ങൾ അവിടെ പോയത്. അവിടെ ചെന്ന് ചായയൊക്കെ കുടിച്ച് കുറച്ചധികം നേരം അവരോട് സംസാരിച്ചുകൊണ്ടൊക്കെ ഇരുന്നു. ചായ കുടിക്കൊക്കെ ശേഷം ഞങ്ങൾ പുറത്തൊക്കെ ഒന്ന് ചുറ്റി കണ്ടു. ഈ പച്ചപ്പൊക്കെ ക്യാമറയിൽ ഒപ്പിയെടുക്കാൻ അത്രമേൽ ഇഷ്ടമുള്ളത് കൊണ്ടാണെന്ന് അറിയില്ല, എനിക്ക് ആ സ്ഥലം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവരോടൊക്കെ യാത്ര പറഞ്ഞിട്ട് ഞങ്ങൾ വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങി. പോരുന്ന വഴിക്കും വള്ളവും വെള്ളവും ഒക്കെ കണ്ടുവന്നപ്പോ കുട്ടികൾക്കൊരു ആഗ്രഹം ചൂണ്ടയിടണമെന്ന്. പിള്ളേരുടെ ആഗ്രഹം അനുസരിച്ച് കുറച്ചു നേരമൊക്കെ അവിടെ നിന്നിട്ട് ഞങ്ങൾ നേരെ അമ്മ വീട്ടിലേക്ക്.